ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന വ്യക്തിയുടെ കയ്യിലാണ്. തീർച്ചയായും അവസാന വാക്ക് നിർമ്മാതാവാണ്. ചലച്ചിത്ര നിർമ്മാണ കാര്യങ്ങളുടെ അമരക്കാരൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. തീർത്തും സമയക്ലിപ്തമായ ഒരു കർമ്മചര്യയാണ് അയാളുടേത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ സെവനാർട്സ് മോഹൻ ആ മേഖലയിലെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. ശ്രീ മോഹൻ എൻ്റെ ഒരു സിനിമയുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു. രണ്ടാം ഭാവം എന്ന എൻ്റെ സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് വളരെ സീനിയറായിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹത്തോട് നമുക്ക് ഒരു മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ സൈഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. സാധാരണ ഈ സിനിമ സ്ക്രീനിൽ ആളുകൾ പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊക്കെ കാണുമ്പോൾ എന്താണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെയും എന്തോന്ന് കൺട്രോൾ ചെയ്യണ ആളാണെന്ന് മനസ്സിലാവുന്നല്ലാതെ എന്തിനാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ചുരുങ്ങിയ വാക്കിൽ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി വിശദീകരിക്കാം? അതായത് ഒരു നിർമ്മാതാവിന് ഒരു സിനിമ എടുക്കാൻ അയാളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് അയാൾ വിളിക്കുന്നത് ഒന്നുകിൽ ഒരു ഡയറക്ടറെ വിളിക്കാം. അപ്പോൾ ആ ഡയറക്ടർ പറയും എനിക്ക് ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ വേണമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളത്ത് പോകും. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഡയറക്ടർ വെക്കാം തീരുമാനിക്കും. അവിടുന്ന് മുതൽ നമ്മൾ പണി തുടങ്ങും. അത് ഒരു സിനിമ നടക്കുന്നത് ചിലപ്പോൾ ഒരു വർഷം മുമ്പോ 6 മാസം മുമ്പോ അതിൻ്റെ പണി തുടങ്ങിയിരിക്കും. അതിൻ്റെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ നമ്മൾ സൂപ്പർ സ്റ്റാറാണോ അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റാണോ അതിനനുസരിച്ച് അവരുടെ ഡേറ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പറ്റുക. കഥ തീരുമാനവും അതിൻ്റെ ഒക്കെ ഇത് 2 രീതിയിൽ വരാം. ഒന്നുകിൽ ഡയറക്ടറുടെ കൂടെ സ്ഥിരമായി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന നിലയിൽ ഡയറക്ടർ വഴി നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഫിക്സ് ചെയ്യും. അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കൂടെ സ്ഥിരം പ്രൊഡ്യൂസർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ പ്രൊഡ്യൂസർ വഴി. അപ്പോൾ എന്തായാലും ഒരു സിനിമ ആഗ്രഹിക്കുമ്പം ഡയറക്ടർ കൂടെ ഒപ്പം ആദ്യം അതിൻ്റെ കൂടെ രണ്ടാമത് വരേണ്ട ഒരാളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. 1970-കളിൽ ചലച്ചിത്ര നിർമ്മാണ കാര്യക്കാരനായി തൊഴിൽ ആരംഭിച്ചയാളാണ് അരോമ മോഹൻ. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ അരോമ മൂവീസിന്റെ ഉടമ എം മണിയുടെ സഹോദരി പുത്രൻ കൂടിയാണ് മോഹൻ. സ്വതന്ത്രമായി ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളർ ആകുന്നത് 1981-ൽ റിലീസായ കള്ളൻ പവിത്രനിലൂടെയാണ്. ഒരു സിനിമയുടെ ആദ്യ അവസാനം, ഒരു സിനിമ ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായി ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു നിർമ്മാതാവിന് കൂടെ വരുന്ന ആളാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ഈ ചിത്രം കോർഡിനേറ്റ് ചെയ്ത് ചിത്രം റിലീസിന് ശേഷം ഇതിൻ്റെ മറ്റ് മേഖലകളിൽ പ്രൊമോഷൻ മേഖലകളിലായാലും മറ്റ് ബിസിനസ് മേഖലകളിലായാലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആളാണ്. ഒരുപക്ഷെ ഈ സിനിമ ഒരു ലാൽ സാർ തന്നെ അലിബായി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ടോക്ക് ഷോ നടക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, സിനിമയിലൊരു നട്ടെല്ലാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അതാണ് മോഹൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്നെപ്പോലെ പ്രഗത്ഭനായ ഒരുപാട് പ്രൊഡക്ഷനുണ്ട്, അവരെല്ലാവരെയും കുറിച്ച് പറയുന്നത് സിനിമയുടെ ഒരു നട്ടെല്ല് തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഹീറോ ആരാണെന്ന് സംസാരിക്കുക. അതിൻ്റെ ഒന്നുകിൽ ഡയറക്ടർ തന്നെ ഓൾറെഡി ഒരു ഹീറോ മനസ്സിൽ കണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു ഹീറോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള കഥ അന്വേഷിക്കും, അതല്ലെങ്കിൽ കഥക്കനുസരിച്ചുള്ള ഒരു ഹീറോ അന്വേഷിക്കും. അപ്പോൾ അവിടുന്ന് തൊട്ട് ഈ ഹീറോൻ്റെ ഡേറ്റ് അന്വേഷിക്കലും ഇതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകർ ആരാണെന്ന് തീരുമാനിക്കാനും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനും അവരുടെ ഡേറ്റ് പോയി സംസാരിക്കുക. അത് പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ട് നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് നമ്മുടെ ബഡ്ജറ്റിലും നമ്മുടെ ഡേറ്റിനും അവൈലബിളാകുന്ന ടെക്നീഷ്യനെയും ആർട്ടിസ്റ്റുകളെയും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒരു ഡേറ്റ് ഫിക്സ് അന്ന് തൊട്ട് നമ്മൾ പടം തുടങ്ങുന്നവരെയും പടം ഫസ്റ്റ് കോപ്പി വരെയും പ്രൊഡക്ഷൻ കൺട്രോളാണ്. അതിൻ്റെ A to Z. അതായത് ഒരു ഡയറക്ടർ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ക്യാപ്റ്റൻ എന്ന് പറയാം, വേണമെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ പറയാം. A to Z വായിച്ചിരിക്കണം, സീൻ ഓർഡർ അറിഞ്ഞിരിക്കണം, വൺലൈൻ്റെ ഒരു കോപ്പി മസ്റ്റായിട്ടുണ്ടായിരിക്കും. പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ബുക്കിൽ ഓരോ വൺലൈൻ എടുത്ത സീൻസുകൾ അവരും കട്ട് ചെയ്യും വൈകുന്നേരം ഇവരുടെ നിന്ന് വാങ്ങിയിട്ട്. പിന്നെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം 4:30 മണിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒന്നും എടുക്കാനില്ലല്ലോ നമുക്ക്, അങ്ങനെ മറ്റേ നാളെ അതിൻ്റെ കൂടെ എടുത്താൽ പറ്റും. അല്ല സാർ മറ്റേ ആർട്ടിസ്റ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ മറ്റേ സീൻ പ്ലാൻ ചെയ്യാമല്ലോ. ഏത് മറ്റേ ഇത്ര നമ്പർ സീൻ, അതായത് ഡയറക്ടർ സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ആരാ ഉള്ളത്, പുള്ളിയുണ്ട്, എത്ര സമയം എടുക്കും, 1/2 മണിക്കൂറുണ്ട് വരും, എന്നാൽ സെറ്റ് ചെയ്തു. ഇത് നമുക്ക് ബൈഹായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാൻ പറ്റുന്നത്. എന്താണ് നാളെ എടുക്കുന്നത് എന്നുള്ളത് രാത്രി വരെ പറയില്ല. നാളെ അവരുണ്ടോ ചോദിക്കും. ചിലവർ എഴുതുന്നത് അങ്ങനെ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ എഴുത്ത് തിരുത്തലിൽ ബന്ധമാവാം, അല്ലെങ്കിൽ ആ സീൻ എടുത്ത് വായിച്ച് കഴിയുമ്പോഴാണ് പിന്നെ അതൊരു സുഖമാവുന്നില്ല, നമുക്ക് മറ്റത് മാറ്റി എഴുതാം. മറ്റൊരു ആർട്ടിസ്റ്റ് ഉണ്ടോ
ഉടനെ നമ്മൾ അവർ രാത്രിക്ക് അവരെ വിളിച്ചു, അവർ വേറെ സെറ്റിലാണ്, ആ എക്സിക്യൂട്ടീവിനെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. രാവിലെ വിട്ട് വരാൻ പറ്റില്ല, ഉച്ചയ്ക്ക് വിട്ട് വരാം. ഉച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണ്ടേ, അപ്പോൾ മറ്റത് വെച്ച് ഇത് വെച്ച് തലവേദന തന്നെയാണ്. അത് വന്ന് തുടങ്ങി ഒരു ദിവസം തീരേണ്ടത് ചിലപ്പോൾ 2 ദിവസം, ഒരു ദിവസം എക്സ്ട്രാ ആയി. അങ്ങനെ ബഡ്ജറ്റ് മാറി. അത് ഭയങ്കര ദുർഘടം. പ്രോപ്പറായിട്ടൊന്നും ഇല്ലാതെ തുടങ്ങുന്നതേ മണ്ടത്തരം.